ഞാൻ 25 വർഷമായി വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഇത്രയും വർഷത്തിനിടെ നമ്മുടെ വിജയ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റോ ഇങ്ങനൊരു അപവാദമോ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം നമുക്കൊരു സീനിയർ സ്റ്റാഫായി നമുക്ക് നല്ല വിഷമമുണ്ട്. ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് എല്ലാം ഉള്ളത്. ഒത്തിരി എമർജൻസി ഘട്ടങ്ങൾ ഞങ്ങൾ ICUലായാലും കാഷ്വാലിറ്റിയിലായാലും ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒത്തിരി സീരിയസ് ആയ പേഷ്യൻസ് വരുമ്പോഴും ആവശ്യമില്ലാതെ ഡോക്ടേഴ്സ് വന്ന് എല്ലാ പേഷ്യൻറ്റിനെയും കണ്ടിട്ട് ആവശ്യമില്ലാതെ വെന്റിലേറ്ററിൽ കിടത്തിയോ ആവശ്യമില്ല ഒരു ട്രീറ്റ്മെൻറ്റും ഇവിടെ നടത്താറില്ല. നമസ്കാരം. മുമ്പേ നമ്മുടെ ഡോക്ടേഴ്സും അതുപോലെ നമ്മുടെ സിസ്റ്ററും പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ 25 വർഷത്തിൽ പരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പം ഏതാണ്ട് ഒരു 1-2 മാസം കൊണ്ടുള്ള ഒരു അലിഗേഷൻ ഒഴിച്ചാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം യാതൊരു തരത്തിലും ഒരു മോശമായ ചികിത്സാ സമ്പ്രദായം ഇവിടെ ഉണ്ടെന്ന് പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുന്നതിൽ വളരെ പ്രയാസമാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സസും മറ്റ് പാരാമെഡിക്കൽ അല്ല സ്റ്റാഫുകളായാലും എല്ലാം തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണുള്ളത്. അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ 25 വർഷത്തിൽ പരം അങ്ങനെ തന്നെ ഏറ്റവും നല്ല ഒരു ചികിത്സാ സമ്പ്രദായമാണ് നടക്കുന്നത്. നമുക്ക് നല്ല ഉത്തമ ബോധ്യമാണ് ഉള്ളത്. കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സ്റ്റാഫുകളുമാണ്. ഏതാണ്ട് 25 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഇവിടെയുള്ളവരെല്ലാവരും എല്ലാ സീനിയർ ഡോക്ടർമാരെയും നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. ഒരു രീതിയിലുള്ള അനാവശ്യ ടെസ്റ്റുകളോ ചികിത്സകളോ ഒന്നും ഇവിടെ ആരും ചെയ്യാറുമില്ല. പിന്നെ ഈയിടെയായിട്ട് ഇങ്ങനൊരു സമ്മേളനം വിളിക്കേണ്ടി വന്നത് ഈയിടെയായിട്ട് ഒരു വളരെ അടുത്ത് ഒരു പേഷ്യൻ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനലുകളിൽ 1-2 പേര് ലൈവ് വാർത്തയിട്ടിരുന്നു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥകൾ ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇന്നും കുറച്ച് പേര് ബിലിയാസിൽ വന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അവരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് വിജയ ഹോസ്പിറ്റലിൻ്റെ കുറ്റം പറയാന്നുള്ള ഇപ്പോഴത്തെ പുതിയൊരു രീതി. ഒരുപക്ഷെ ഇത് ഇത്രയും വളർന്ന് ഈ കൊട്ടാരക്കര ഏരിയയിലുള്ള ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ റെഫറൻസ് വരുന്നുണ്ട്, ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. അതൊക്കെ കുറയ്ക്കാൻ ആരുടെയോ കുബുദ്ധികളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത്രയും വർഷങ്ങളായി ഇവിടെ വളർന്നു വരുന്ന സ്ഥാപനം ഇതൊരു തുറന്ന പുസ്തകം പോലെയാണ്. ഇവിടെ ആർക്കും വരാം, ആർക്കും പോകാം. ഞങ്ങൾക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ 100-250 സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഈ ആശുപത്രിയെ തകർക്കണം എന്നൊരൊറ്റ ചിന്തയിൽ വളരെ കുറച്ച് പേർ, ആരാണെന്നറിയില്ല, വളരെ കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ലവരായ നാട്ടുകാരെ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ചികിത്സാപ്പഴവും ഇവിടെ സംഭവിച്ചിട്ടില്ല, ഒരിക്കലും സംഭവിക്കത്തുമില്ല. ഒരുപക്ഷെ പഴയ രോഗിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നാളെ പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. അതിനകത്ത് നിയമ നടപടികൾ ഉണ്ടാവും. അത് നമുക്ക് കിംസിലെ അന്ന് ഒരു രോഗിയുടെ പേരിൽ നടന്നിട്ടുള്ള കിംസിലെ റിപ്പോർട്ടും വിജയ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുകൾ CT സ്കാനുകളും എല്ലാം ഒരേ രീതിയിലും ഒരേ ചികിത്സയുമായിട്ട് കിംസിലും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആരോ കുത്തിപ്പൊക്കി മനഃപൂർവ്വം വിജയ ആശുപത്രിയെ തരം താഴ്ത്താൻ വേണ്ടി മാത്രം, ഇവിടുത്തെ ഡോക്ടർമാരെയും ഇവിടെയുള്ള സ്റ്റാഫുകളെയും തരം താഴ്ത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുബുദ്ധിയാണ് എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കിയിരുന്നത് നല്ലത്. ഇത്രയും വലിയൊരു ആശുപത്രിയിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാപനവും വേറെ കൊട്ടാരക്കരയിലില്ല. ഇത് ഞങ്ങൾ കുറേ ഡോക്ടർമാരും ഇവിടുത്തെ മാനേജ്മെൻറ്റും എത്രത്തോളം സഹായം രോഗികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡുകൾ ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആരെങ്കിലും കുബുദ്ധികൾ രോഗികൾ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളെന്ന് വ്യാജേന, രോഗികളുടെ സുഹൃത്തുക്കളെന്ന് വ്യാജേന കുറച്ച് പേര് വരികയും അല്ലെങ്കിൽ വെറുതെ വന്ന് പ്രശ്നമുണ്ടാക്കി അത് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ളതാണെന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഇത് നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കണം. ഒരു രീതിയിലുള്ള തെറ്റുകൾ വിജയ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ബാക്കിയുള്ളത് പുറകെ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇനി ഇന്ന് വന്നവരുടെ കാര്യത്തെക്കുറിച്ച് 1-2 വാചകങ്ങൾ ഡോക്ടർ ഗിരൺ സംസാരിക്കും. ഒരു കാരണമില്ലാതെ വിജയ ഹോസ്പിറ്റലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണും. നിങ്ങൾ നാട്ടുകാർ എല്ലാവരും പല വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കും. അതിൽ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം.
പല പല വീഡിയോകളിലും ഓരോ പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ ഓർത്തെടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റിലോട്ട് കടന്നത്. നമ്മൾ MBBS പാസ് ഔട്ട് ആകുമ്പോൾ നമ്മളൊരു ശപഥം എടുത്തിട്ടാണ് ഒരു പേഷ്യന്റിനും നമുക്ക് ഒരു അറിഞ്ഞോണ്ടൊരു തെറ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മളെല്ലാവരും ഇറങ്ങുന്നത് ഈ ഫീൽഡിലോട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്ന തെറ്റുകൾ ചെയ്യുന്നു എന്ന് കുത്തിത്തിരുകി ന്യൂസുകൾ ഉണ്ടാക്കി പുറത്തു കൊണ്ടുവരുന്ന വീഡിയോസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിക്കും നല്ലതല്ല, നല്ലൊരു പ്രവണതയല്ല. വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഞങ്ങൾ ആത്മാർത്ഥമായ ട്രീറ്റ്മെന്റ് തരുന്ന പേഷ്യൻസിന്റെ അടുത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഞങ്ങൾ ഡോക്ടേഴ്സിന് അത് ഫീൽ ചെയ്യുന്നു, നമ്മുടെ സ്റ്റാഫിന് അത് ഫീൽ ചെയ്യുന്നു. വീണ്ടും മുന്നോട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള നമ്മുടെ കോൺഫിഡൻസിനെ ആത്മാർത്ഥതയെ അത് ബാധിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തായിട്ട് നടന്ന 2-3 സംഭവങ്ങൾ ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അത് റെസ്പോണ്ട് ചെയ്തില്ല. കാരണം അതിൻ്റെ കാര്യങ്ങൾ ബാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ. 2-3 സംഭവങ്ങൾ നമുക്കറിയാം. എല്ലാ മനുഷ്യർക്കും പല പല അസുഖങ്ങൾ വരാം. നമ്മളെ കൊണ്ട് ചെയ്യുന്ന മാക്സിമമാണ് ഞങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് കണ്ടുപിടിച്ച് വർഷങ്ങളായി റിസർച്ചുകൾ നടത്തി വരുന്ന ആന്റിബയോട്ടിക്കുകളും മരുന്നുകളും കൊടുത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മേളിലോട്ട് ഒരു ചികിത്സ പല കാര്യങ്ങൾക്കും വരാൻ സാധ്യതയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റ് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അതിന് മേളിലോട്ട് നമുക്ക് മേളിലിരിക്കുന്ന ഒരാൾ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു വിധിയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ മരണം ദൈവം വിധിച്ചതാണെങ്കിൽ അത് നടക്കും. പക്ഷേ നമ്മളത് മാക്സിമം നിങ്ങൾക്ക് പേഷ്യന്റിനെ എത്രയും പ്രൊലോങ് ആയിട്ട് ലൈഫ് നിങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും തരാൻ നോക്കുമ്പോൾ അത് ഒരിക്കൽ മരണം സംഭവിച്ചാൽ അത് ഡോക്ടറിന്റെ പിഴവാണ് എന്ന് മാത്രം തെറ്റിദ്ധരിച്ചുകൊണ്ട് വീഡിയോസ് ഇറക്കുന്ന പ്രവണത. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഏത് പേഷ്യൻ്റ് ആണെന്നോ ഏത് കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, 1 മാസം മുമ്പ് വന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും എടുത്തു പറയുന്നു. ICUയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇന്ന കാര്യങ്ങൾ ഇല്ല, ഇന്ന ഫെസിലിറ്റി ഇവിടെ ഇല്ല, വെന്റിലേറ്റർ നോക്കിയപ്പോൾ ഇല്ല. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 8 വെന്റിലേറ്ററുകളുണ്ട്. ആവശ്യമുള്ളപ്പം കൊടുക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയിലുള്ള സ്റ്റാഫുണ്ട്, നഴ്സുമാരുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, 24 hours മോണിറ്ററിംഗ് ഉള്ള ICU സെറ്റപ്പും കാഷ്വാലിറ്റിയും ഉണ്ട്. നമുക്ക് അന്ന് ഒരു വീഡിയോയിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ നല്ലൊരു സ്കാൻ ചെയ്യാൻ റേഡിയോളജിസ്റ്റ് ഇല്ല, നമുക്ക് 3 റേഡിയോളജിസ്റ്റുമാരാണ് 24 hours ഉള്ളത്. അപ്പോൾ അങ്ങനെ വസ്തുത ഇല്ലാത്ത അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റിലല്ലാത്ത അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് പറയുമ്പോൾ നാട്ടുകാരും ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഇതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റെ കാര്യമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് 2 ആഴ്ചയോളം ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ പറ്റി പിന്നീട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും, അവിടെ നിന്ന് മരണമടയുകയും ചെയ്തു. എന്നാൽ നമ്മൾ 2 ആഴ്ച മാക്സിമം ട്രയൽ കൊടുത്ത് ഏറ്റവും രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കിയ ഒരു പേഷ്യന്റ് അവർ പറയുന്നത് 10 ആന്റിബയോട്ടിക്കുകൾ ആ പേഷ്യന്റെ ദേഹത്ത് അത് ഉപയോഗിച്ചതാണ്. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയെടുത്ത് പറയാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറിന് 10 ആന്റിബയോട്ടിക്കിന്റെ പേര് ഒരുമിച്ച് പറയാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ 3-4 ആൾക്കാർ കൊട്ടാരക്കര, പുനലൂർ, നമ്മുടെ ഈ ഏരിയയിലുള്ള നമ്മുടെ സ്വന്തപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും കാണുന്ന വീഡിയോസാണ്. അപ്പോൾ അവരെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. വീണ്ടും വിജയ ഹോസ്പിറ്റലിനെ പറ്റി ഇങ്ങനെ വീഡിയോസ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 20 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചേർന്ന് 20ഓളം ഡിപ്പാർട്ട്മെന്റുകളോട് ചേർന്ന് 25 വർഷമായി കൊട്ടാരക്കര ഏരിയയിൽ ഇത്രയും കെയർ കൊടുക്കുന്ന വേറൊരു ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾക്ക് എടുത്തു പറയാമെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ പിൻവലിക്കാം. അത്രയും കെയർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിജയ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ശ്രമിക്കുമ്പോൾ അപ്പം ഓരോ ട്രീറ്റ്മെന്റ് നമ്മുടെ വീട് മുറ്റത്ത് എത്തുമ്പോൾ അതിന് വില കൽപ്പിക്കാതെ നമ്മളെ തരം താഴ്ത്താൻ നോക്കുന്ന ഈ ഒരു പ്രവണത ഒട്ടും ശരിയല്ല. അതിന് നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കാണുന്നവരെ കൊട്ടാരക്കരയിൽ നിന്ന് മാറി തിരുവനന്തപുരത്തോ കൊല്ലത്തോട്ടോ ചിന്തിക്കുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള തെറ്റായ വീഡിയോകളാണ്. അവർക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമ്മൾ അങ്ങ് യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ട്രീറ്റ് ചെയ്താലും കൊടുക്കുന്ന അതേ ആന്റിബയോട്ടിക്കുകളാണ് നമ്മൾ അതേ പ്രോട്ടോകോൾ പ്രമാണിച്ച് വിജയ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാനും അതിനൊരു വില കൽപ്പിക്കാനും പറ്റാത്തതിന്റെ കാരണം ഇതുപോലെയുള്ള തെറ്റായ പ്രവണതയിൽ വരുന്ന വീഡിയോകളാണെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡോക്ടർമാർ ഒറ്റക്കെട്ടായി, ഡോക്ടർമാർ മാത്രമല്ല നമ്മളോട് കൂടൊപ്പം ട്രീറ്റ്മെന്റിൽ നിൽക്കുന്ന നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫ്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്, നഴ്സുമാർ, നമ്മുടെ ICU സ്റ്റാഫ്, ICU ഡോക്ടേഴ്സ്, പിന്നെ അതുപോലെ നമ്മുടെ ER ഫിസിഷ്യൻസ്, അങ്ങനെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും നിങ്ങളോട് വ്യക്തിത്വം എല്ലാ കാര്യങ്ങളും കറക്റ്റ് തുറന്നു പറയാനും ഉദ്ദേശിക്കുന്നു. അപ്പം ഇതിനു മുമ്പ് ഒരു പേഷ്യന്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ നെഗ്ലിജൻസ് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിൽ അന്വേഷിക്കേണ്ടത് DYSP റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്. അത് വകുപ്പ് എടുക്കേണ്ടത് വേറൊരു വകുപ്പാണ്. ഇതൊരു സാധാരണ മരണത്തിൻ്റെ വകുപ്പാണ് പോലീസ് എടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് സാധാരണ നടന്നിട്ടില്ല.
സാധനം. പിന്നെ ഇവിടെ കൊടുത്ത ചികിത്സയും കിംസിൽ കൊടുത്ത ചികിത്സയും എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾ പ്രതികരിക്കാനിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി മാത്രം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിയമ നടപടികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട്. ഓക്കെ. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായി നാട്ടുകാർക്ക് സേവനം നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കും അതിൻ്റെ പങ്കാളി, അതായത് പ്രവർത്തനപരമായിട്ട് അതിൻ്റെ പങ്കാളിയായിട്ട് 25 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഇതിൽ കൂടാതെയും IMAയുടെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഈ പ്രവണത വളരെ മോശമാണെന്നും, അതായത് ഏതെങ്കിലും ഒരു രോഗി അവരുടേതായ മെഡിക്കൽ പ്രോബ്ലംസ് മൂലം മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ട് പോവുകയോ ചെയ്താൽ അതിനെല്ലാം ഡോക്ടർമാരോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉത്തരവാദി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണെന്നും, അങ്ങനെ വരുമ്പോൾ നേരത്തെ ഡോക്ടർ ജെറിൻ പറഞ്ഞതുപോലെ ആ ഡോക്ടറുടെ മനോവീര്യം കെടുത്തുകയും ചെയ്യും. ഡോക്ടർ രോഗിയെ കോൺഫിഡൻ്റ് ആയിട്ട് ചികിത്സിക്കണമെങ്കിൽ അതിന് വേണ്ട പരിശോധനകളും ചെയ്ത് അതിന് വേണ്ട മരുന്നുകളും കൊടുത്ത് ഓരോ ദിവസവും രോഗിയുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ, മെഡിക്കൽ സയൻസ് ഒരു കണക്ക് പോലെയല്ല, ഇപ്പോഴും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് രോഗിയുടെ നില ഇമ്പ്രൂവ് ആകുന്ന അനുസരിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ചില സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ സധൈര്യം നമ്മുടെ സയൻറ്റിഫിക് നോളജ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണമെങ്കിൽ നാട്ടുകാരായ നിങ്ങളുടെയും രോഗിയുടെ ബന്ധുക്കളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതില്ലാത്ത പക്ഷം ഡോക്ടർ തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന പോലെ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹയർ സെൻറ്ററിലോ മെഡിക്കൽ കോളേജിലോ റെഫർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഡോക്ടറുടെ നെക്സ്റ്റ് ചിന്ത. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഫൈനലായിട്ട് വരുന്ന ഫലം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗം വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കൂടുതൽ ദിവസം അഡ്മിറ്റായി കിടന്ന് ചികിത്സിക്കുന്നത് രോഗിക്കും ബന്ധുവിനും തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ചികിത്സിക്കുന്നതിൽ നമുക്ക് തന്നെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ കൊട്ടാരക്കരയിൽ തന്നെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ ഡോക്ടർക്ക് നെഞ്ചുവേദന വന്ന് നമ്മളാണ്, വിജയാസിന് ആത്മാഭിമാനത്തോടെ പറയാം, നമ്മളാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളാരും ഡോക്ടേഴ്സോ മെഡിക്കൽ സ്റ്റാഫോ ആരും ഇത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. പക്ഷെ നാട്ടുകാരിത് മനസ്സിലാക്കി നിങ്ങൾ ഇതിന് വേണ്ട രീതിയിൽ ഇങ്ങനത്തെ തെറ്റായ വീഡിയോകൾ പ്രചരിപ്പിക്കാതെ നിങ്ങൾ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.